അനുവദിച്ചിട്ടുണ്ടോന്നെങ്കിലും സാധനം എത്തണ്ടേ? ഈ അനുവദിച്ചു എന്ന് ഏട്ടിലെ പശു പുല്ല് തിന്നത്തില്ലല്ലോ. അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ. ഈ പർട്ടിക്കുലർ ഈ പ്രത്യേക എക്യുപ്മെന്റിന്റെ കാര്യം ഞാൻ തൽക്കാലം പറയാം. അപ്പം അത് മുടങ്ങിയ ശസ്ത്രക്രിയ. അപ്പം അവരിനി എന്നാണ് ചെയ്യേണ്ടത്? അവരിനിയും അത് HDSന്റെ അവർ ഇത് സാങ്ഷനാക്കി, HDSന്റെ സാങ്ഷൻ വാങ്ങി. അപ്പോൾ HDSന്റെ സാങ്ഷൻ കിട്ടാത്തതിൻ്റെ കാരണം ഈ പർട്ടിക്കുലർ എക്യുപ്മെൻറ്റിൻ്റെ വില അവർ കഴിഞ്ഞ പ്രാവശ്യം 38,000 ആയിരുന്നത് അവർ 42 മറ്റോ ആക്കിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ സാറേ, ആ അഡീഷണൽ പൈസ കഴിഞ്ഞാൽ എൻ്റെ പോക്കറ്റിൽ നിന്ന് തരാം, നിങ്ങളത് അലോട്ട് ചെയ്യും. ഇല്ല, അവർ ഇനി കമ്പനിയെ വിളിച്ച്, കമ്പനിയെ നെഗോസിയേഷന് വിളിച്ച്, ഇനി കമ്പനി വന്ന് നെഗോസിയേഷൻ ചെയ്ത് ആ സാധനം അപ്രൂവലായി. ആ അപ്രൂവൽ അവർ പറഞ്ഞു അത് 1,00,000 മേലാണെങ്കിൽ കളക്ടർ ഓഫീസിൽ പോകണം, കളക്ടറേറ്റിൽ നിന്ന് വേണം. ഇനി അത് കഴിഞ്ഞ് ആ കളക്ടറേറ്റിൽ നിന്ന് അപ്രൂവൽ വന്ന് അത് കമ്പനി ഇൻഫോം ചെയ്തിട്ട് കമ്പനിക്കാർ അത് വെളിയിൽ നിന്ന് വരുത്തിച്ച് ഹൈദരാബാദിൽ നിന്ന് അത് ഇവിടെ ട്രിവാൻഡ്രം സർജിക്കൽസിലാണ് സപ്ലൈ കൊടുക്കുന്നത്. അവിടെ കൊടുത്ത് അത് എത്ര ദിവസം എടുക്കും? ഈ പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റ് 3 മാസം മുമ്പേ ഞാൻ റിക്വസ്റ്റ് കൊടുക്കുകയും ഇത് നിരന്തരം HDS ഓഫീസിൽ സൂപ്രണ്ടിനെ പ്രിൻസിപ്പലിനെ ഇത് നിരന്തരം നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്. ഇതേ ഉപകരണം മുടങ്ങിയിട്ട് ഇത് ഏതാണ്ട് 7-8 മാസം മുമ്പേ ഇതേ പ്രശ്നങ്ങൾ ഇതേ റൂട്ടിൽ തന്നെ പോയി. അന്ന് ഞാൻ ഇത്രയും പേര് പ്രതികരിച്ചിരുന്നില്ല. അന്ന് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് HDS ഓഫീസിൽ ഈ ബന്ധപ്പെട്ട് അവർ ഈ സൂപ്രണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ടിനെയൊക്കെ ഞാൻ നന്നായിട്ട് അവരോട് സംസാരിച്ച് അത് എങ്ങനെയെങ്കിലും അന്ന് പരിഹരിച്ചെടുത്താണ്. ഞാൻ അന്ന് പറഞ്ഞിരുന്നതാണ് ഇനി ഇതുപോലെ മേലൊരു പ്രശ്നം ഇതിനകത്ത് വരരുത്.